കോൺഗ്രസിന്റെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ മൊത്തം പാരമ്പര്യത്തിൽ ഈ കാലുവാര്, കുതികാൽ വെട്ട് തുടങ്ങിയ കലാപരിപാടികളിൽ അവർ പലരും ഭയങ്കര വിദഗ്ധരാണ്. ഈ പറഞ്ഞതുപോലെ ആങ്ങളെ ചത്താലും നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകൾ കോൺഗ്രസിലുണ്ട്. എല്ലാ പാർട്ടിയിലും കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിലാണ് എന്ന് നമുക്ക് പ്രകടമായി പറയാൻ കഴിയും. ഒരു പരസ്യമായി രംഗത്ത് വരും, ചിലർ രഹസ്യമായി വരും, ചിലർ കാലുമാറും, ചിലർ കാലുവാരും ഒക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല വളരെ വ്യക്തമായി പറഞ്ഞത്, ഒന്നിച്ചു നിന്നാൽ ഇത്തവണ UDF വലിയ വിജയം നേടാം, ഭിന്നിച്ചു നിന്നാൽ തകർന്നടിഞ്ഞു പോവും. കാരണം ഈ വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിനത് കിട്ടാവുന്ന തിരിച്ചടി ചെറുതല്ല, UDF കിട്ടാവുന്ന തിരിച്ചടി ചെറുതല്ല. അതുകൊണ്ട് ഒന്നിച്ചു നിൽക്കണം എന്ന സന്ദേശം വളരെ 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 പ്രകടമാണ്. വളരെ പ്രകടമായ അർത്ഥം അതിനുണ്ട്. ആ അർത്ഥം കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള സന്ദേശമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ UP കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കോൺഗ്രസ് പോലെ കോൺഗ്രസ് ഇല്ലാണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന് നാശമാണ് സംഭവിക്കുക. പകരം BJPയോ അതിന് ബാക്കിയുള്ളവരോ അധികാരത്തിൽ കയറിവെച്ചു. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ഒന്നിച്ചു നിൽക്കണം എന്ന്. കാരണം കേരളത്തിൽ ഇങ്ങനെ ഭിന്നിച്ചു നിന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിൽ കോൺഗ്രസിന് തോൽവി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ തോറ്റത് കോൺഗ്രസിന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. BJP ജയിച്ചത്. പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗം നന്നായി വാരി എന്നത് സത്യമാണ്. BJPയെ CPM സഹായിച്ചിട്ടുണ്ട്, പൂരം കലക്കലുണ്ട്, സുരേഷ് ഗോപി ക്യാരക്ടർ ഉണ്ട്, ഇതൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിച്ചു. അവർ കള്ളവോട്ട് ചേർത്തതുണ്ട്. ഇതെല്ലാം കൂട്ടിയാലും കോൺഗ്രസിൽ നിന്ന് ഒരു കൈ സഹായം സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടല്ല, അതിലൊരു വിഭാഗം. സ്വാഭാവികമായും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ ഒന്നിച്ചു നിന്നില്ല എങ്കിൽ കേരളത്തിൽ കാലുവാരും. മാത്രമല്ല പഴയ പോലെയുള്ള ഗ്രൂപ്പ് അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. മുമ്പ് A ഗ്രൂപ്പ്, I ഗ്രൂപ്പ് എന്ന രൂപത്തിൽ ശ്രീ K കരുണാകരൻ നയിക്കുന്ന I ഗ്രൂപ്പും AK ആന്റണി നയിക്കുന്ന A ഗ്രൂപ്പും ഉണ്ടായിരുന്നു. ഇന്നിപ്പോ K കരുണാകരൻ ഇല്ല, നമ്മുടെ കൂടെ ഇല്ല. AK ആന്റണി രാഷ്ട്രീയത്തിൽ നിന്ന് ഏതാണ്ട് വിട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്നു ഉമ്മൻചാണ്ടിയാണ് പിന്നെ A ഗ്രൂപ്പിന്റെ പ്രധാനിയായിരുന്നത്. അതും അദ്ദേഹവും നമ്മെ വിട്ടുപിരിഞ്ഞു പോയി. അപ്പോൾ പഴയ ഗ്രൂപ്പ് നേതാക്കന്മാരുടെ അതേ രീതിയിലല്ല ഇപ്പൊ കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്. പലരും പല താല്പര്യക്കാരും അതിലുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. I ഗ്രൂപ്പിലെ പഴയ ആളുകളുണ്ട്, A ഗ്രൂപ്പിലെ പഴയ ആളുകളുണ്ട്, പുതിയ ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ രൂപം കൊള്ളുന്നുണ്ട്. കോൺഗ്രസിൽ ഗ്രൂപ്പ് ഒരു പുതിയ കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നൗ ഓർ നെവർ എന്ന തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയുണ്ട്. അതുകൊണ്ട് ഓരോ കോൺഗ്രസ് പ്രവർത്തകർക്കും മുതിർന്ന നേതാവെന്ന നിലയിൽ രമേശ് ചെന്നിത്തല കൊടുക്കുന്ന മുന്നറിയിപ്പായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ആ മുന്നറിയിപ്പ് വളരെ പ്രധാനമാണ്. ആ മുന്നറിയിപ്പ് അനുസരിച്ചില്ല എങ്കിൽ കോൺഗ്രസിന് വലിയ നാശം സംഭവിക്കും. കാരണം നേതാക്കന്മാരുടെ പേരിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ ഗ്രൂപ്പിൽ ഇടയ്ക്ക് കയറി കിടന്ന് അങ്ങനെ കളിച്ച് ഇങ്ങനെ കളിച്ച് എനിക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തോൽപ്പിക്കും, അപ്പൊ അയാളുടെ ഗ്രൂപ്പുകാർ അപ്പുറത്ത് നിൽക്കുമ്പോൾ അയാളെ മറ്റേ ഗ്രൂപ്പ് തോൽപ്പിക്കും. ഇങ്ങനെ കാലുമാറലുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല കോൺഗ്രസിന് എന്ന സന്ദേശം രമേശ് ചെന്നിത്തല നൽകുന്നത് വളരെ ബോധപൂർവമാണ്. അദ്ദേഹത്തിന് ഒരുപാട് കാലത്ത് രാഷ്ട്രീയ അനുഭവ പരിചയം ഉള്ളത് കൊണ്ട് അതുകൊണ്ടുകൂടി ഈ ഉപദേശം അവർക്ക് സ്വീകാര്യമാകേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്.